ജൈനമ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പ്രതി സെബാസ്റ്റ്യനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, എത്ര കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഈ സെബാസ്റ്റ്യൻ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം. കൃത്യമായി ഒരു സൂചനകൾ നൽകാതെ അല്ലെങ്കിൽ അയാളിൽ നിന്ന് വേണ്ടത്ര വിവരങ്ങൾ കിട്ടാതെ പലപ്പോഴും അന്വേഷണ സംഘം ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ് മുന്നോട്ട് പോകാൻ. എന്താണ് പുതിയ തീരുമാനം? തീർച്ചയായും ഈ സെബാസ്റ്റ്യൻ കഴിഞ്ഞ 7 ദിവസമായി ക്രൈംബ്രാഞ്ചിന്റെ കോട്ടയം യൂണിറ്റിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അപ്പോൾ മുതൽ പോലീസ് നിരന്തരം SP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് സെബാസ്റ്റ്യനുമായി ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായുള്ള വിവരങ്ങൾ സെബാസ്റ്റ്യൻ നൽകുന്നില്ല. പോലീസിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഏകദേശം തെളിവുകൾ ഈ പറയുന്ന ജൈനമയുടെ ഫോൺ ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ കടയിൽ നിന്നും റീചാർജ് ചെയ്തിരുന്നു. ആ മൊബൈൽ കടയുടെ CCTVയിൽ നേരത്തെ സെബാസ്റ്റ്യന്റെ ദൃശ്യങ്ങളടക്കം കിട്ടിയിരുന്നു. അതിനെ തുടർന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ആലപ്പുഴയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുറച്ച് അസ്ഥി കഷ്ണങ്ങളെല്ലാം കിട്ടിയിരുന്നു. അതും ഇനിയിപ്പോൾ ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ജൈനമയുടെ സഹോദരന്റെ അടക്കമുള്ള DNA സാമ്പിളുകൾ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ DNA ഫലം വരുന്നതനുസരിച്ചായിരിക്കും കൂടുതൽ പോലീസിന് ഈ ഒരു കേസിൽ പിടിവള്ളി കിട്ടുക, കൂടുതൽ ഇതിലേക്ക് പോലീസിന് ഒരു മുറുക്കം കിട്ടുക. ഇതിന് ശേഷം മാത്രമായിരിക്കും. ഏതായാലും ആ DNA സാമ്പിൾ അധികം വൈകാതെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ DNA ഫലം വരുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി തീരാനിരിക്കെ തന്നെ ഈ അടുത്ത 7 ദിവസത്തേക്കും കൂടിയുള്ള ഒരു അന്വേഷണത്തിനും ഭാഗമായി കേസുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ പ്രതിയായ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം സെബാസ്റ്റ്യന്റെ സുഹൃത്തായ റോസമ്മയുടെ സ്ഥലത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. റോസമ്മ ഐഷയെ കുറിച്ച് പറഞ്ഞത് അറിയില്ല എന്നതായിരുന്നു. പക്ഷേ ഐഷയും റോസമ്മയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഐഷയുടെ ബന്ധു ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അങ്ങനെ സംശയങ്ങൾ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കൃത്യമായൊരു സൂചനകളിലേക്കോ അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നതിലേക്കൊന്നും എത്താൻ ഇതുവരെ അന്വേഷണ സംഘം പുറത്തുവിട്ട വിവരങ്ങൾ വെച്ച് നമുക്ക് കഴിയുന്നില്ല. അന്വേഷണം തുടരുകയാണ്, പരിശോധനകൾ തുടരുകയാണ്. വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.